മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ക്ഷേത്രങ്ങളിലും വീടുകളിലും കർക്കിടവാവ് ബലിയും പിതൃ നമസ്കാരവും വിവിധയിടങ്ങളിൽ നടന്നു. മുൻ വർഷങ്ങളെക്കാൾ വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെട്ടത്. പിതൃദോഷമകറ്റാനും പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കാനും നൂറുകണക്കിന് വിശ്വാസികൾ പുഴകൾ സാക്ഷിയാക്കി ബലിതർപ്പണം നടത്തി. കോടേരിച്ചാൽ കൂടത്തിങ്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ മേൽനോട്ടത്തിൽ ബലിതർപ്പണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്നു. കർക്കിടകവാവ് ബലിതർപ്പണത്തിനായി മുൻവർഷത്തേക്കാൾ വൻ ജനപങ്കാളിത്തമുണ്ടായി. മൂന്ന് പ്രാവശ്യം വെള്ളം കൊടുക്കാം. ബാക്കിയുള്ള അരിയുടെ പകുതി എടുത്തോളൂ. അരിയുടെ പകുതി എടുക്കുക, നനയ്ക്കുക. അമ്മയുടെ കുലത്തിലെ പിതൃക്കളെ സ്മരിക്കുക, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. അമ്മയുടെ കുലത്തിലെ പിതൃക്കളെ സ്മരിക്കുക. മാതൃകുല പിതൃ പിണ്ഡം സമർപ്പയാമി കൊടുക്കുക. പറഞ്ഞോളൂ, പറഞ്ഞു കൊടുത്താൽ മൂന്ന് പ്രാവശ്യം വെള്ളം കൊടുക്കാം. ജലം സമർപ്പയാമി, ജലം സമർപ്പയാമി. ബാക്കിയുള്ള അരി മുഴുവൻ എടുക്കുക. നമ്മുടെ സുഹൃത്തുക്കളെ നമ്മളെ വീട്ടിലുള്ള നാൽക്കാലികള് നമ്മളിന്ന് വിട്ടുപോയി അവർക്ക് വേണ്ടിയിട്ട് ജ്ഞാതാജ്ഞാത പിതരോ പിണ്ഡം സമർപ്പയാമി കൊടുക്കാം. ബാക്കിയുള്ളതിന്റെ പകുതി എടുത്തോളൂ. തിലകോദകം സമർപ്പയാമി. വെള്ളത്തോട് ഉപ്പില് തിലകോദകം സമർപ്പയാമി. ബാക്കിയുള്ള മുഴുവനായിട്ട് എടുക്കുക. വെള്ളത്തില് നനച്ചുകൊണ്ട് തിലകോദകം സമർപ്പയാമി കൊടുക്കുക. പ്രാർത്ഥിക്കാം. ഞാൻ നൽകിയ എന്റെ പിതൃക്കൾക്ക് നൽകിയിട്ടുള്ള ഈ പിതൃബലി അവര് സ്വീകരിച്ചു. അവർ സന്തോഷവാന്മാരായി. അതിന്റെ കെട്ടഴിച്ചിടുക. എള്ള്, ഉണക്കലരി, ദർഭപ്പുല്ല്, പൂക്കൾ എന്നീ പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം. രാധാകൃഷ്ണൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നമുക്ക് അന്നം തന്നിട്ടുള്ള പിതൃക്കൾ അവർക്ക് ശേഷം നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് പിതൃക്രിയ. ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കേണ്ട അവരെയാണെന്നാണ് പറയുക. ദേവതകളെക്കാട്ടും കൂടുതൽ സന്തോഷിപ്പിക്കേണ്ടത് പിതൃക്കളെയാണ് എന്നാണ്. അതിനാണ് നമ്മൾ വർഷത്തിൽ 3 പ്രാവശ്യം കർക്കിടകത്തിലും തുലാം, കുംഭം 3 വാവുകൾക്ക് പിതൃബലി ആഘോഷിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഒരു കാര്യം നടക്കുന്നത്. മെയിനായിട്ടുള്ളത് കർക്കിടവാവാണ്. അതിപ്പോൾ എല്ലാ സ്ഥലത്തും കർക്കിടവാവിൻ്റെ എല്ലാ ഭാഗത്തും ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ മാമ്പാട്ട് വിഷ്ണു ക്ഷേത്രത്തിനും ക്ഷേത്രത്തിൻ്റെ പുഴയോരത്ത് നമ്മൾ ഈ ബലിതർപ്പണം ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗത്ത് നമ്മൾ പുലർച്ചെ 5-ന് ആരംഭിച്ച ബലിതർപ്പണം രാവിലെ 8:30 സമാപിച്ചു. പന്തിരിക്കര ശ്രീ പിണ്ടപ്പാറ ശിവവിഷ്ണു ക്ഷേത്രം കർക്കിടകവാവ് ബലിയും പിതൃനമസ്കാരവും നടത്താൻ നൂറുകണക്കിന് ആളുകൾ പുലർച്ചെ 3 മണിക്ക് തന്നെ ക്ഷേത്രാങ്കണത്തിൽ എത്തിയിരുന്നു. ജലപാത്രത്തിലാകട്ടെ 3 ലിറ്റർ വെള്ളം ആ ജലപാത്രത്തിലേക്ക് ഇറക്കി വെക്കുക. 3 ലിറ്റർ ജലം 3 ലിറ്റർ വെള്ളം ആ ജലപാത്രത്തിലേക്ക് ഇറക്കി വെക്കുക. ഇടത്തെ കൈ എത്തിക്കുമ്പോൾ അടച്ചു പിടിക്കുക. പറയാം. കോഴിക്കോട് പ്രസൂൺ തിരുമേനി ബലിതർപ്പണത്തിന് നേതൃത്വം നൽകിയതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. തെക്കൻ തിരുനെല്ലി എന്നറിയപ്പെടുന്ന പിണ്ടപ്പാറ ശിവക്ഷേത്രം ബലിതർപ്പണത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. ശിവനും വിഷ്ണു തുല്യ പ്രാധാന്യമുള്ള ശ്രീകോവിലോടുകൂടി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം യുദ്ധമുക്തിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ക്ഷേത്രമായതുകൊണ്ടാണ് ഇതിനെ തെക്കൻ തിരുനെല്ലി എന്നറിയപ്പെടുന്നത്. ഇവിടെ നിത്യേനയെന്നും ദിവസബലിയും മാസബലിയും ഒക്കെ വളരെ ഭംഗിയായി നടക്കുന്ന മനോഹരമായ കുറ്റ്യാടിപ്പുഴയുടെ തീരത്ത് ബലിതർപ്പണത്തിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വർഷം തോറും എത്താറുള്ളത്. ഈ വർഷം വെളുപ്പിന് 3 മണിക്കായിരുന്നു ബലിതർപ്പണം തുടങ്ങുക എന്നറിയിച്ചപ്പോൾ 2 മണിക്ക് തന്നെ ഭക്തജനങ്ങൾ എത്തിയതുകൊണ്ട് കൃത്യം 2:30 മണിക്ക് ഈ വർഷത്തെ കർക്കിടക ബലിതർപ്പണം നടന്നിട്ടുണ്ട്. ആയിരങ്ങളാണ് ബലിതർപ്പണത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത്. അവരോടൊപ്പം തന്നെ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി ഏതാണ്ട് 5000-ൽ പരം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ക്ഷേത്ര കമ്മിറ്റി കണക്കാക്കുന്നത്. തിരുവണ്ണാമൊഴി പോലീസും പേരാമ്പ്ര ഫയർഫോഴ്സും അതുപോലെ തന്നെ വളണ്ടിയർമാരും ഭക്തജനങ്ങളെ നിയന്ത്രിക്കുന്നതിനും വാഹന ഗതാഗതത്തിൻ്റെ പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെയുള്ള നിയന്ത്രിക്കുന്നതിനും സഹായകരമായിട്ടുണ്ട്. വന്ന ആളുകൾക്കെല്ലാം പ്രഭാത ഭക്ഷണം ഒരുക്കാൻ ക്ഷേത്ര കമ്മിറ്റി സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.